ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു ചെറിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വരാൻ പോകുന്ന വൈറ്റ് പേപ്പർ ഇമിഗ്രേഷനിൽ നിന്നും അതുപോലെ തന്നെ ലേബർ പാർട്ടിയിൽ നിന്നുമായിട്ടുള്ള ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ലീക്കായിരിക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ടൈംസ് അതുപോലെ ചെറിയ ചെറിയ ലോക്കൽ ചാനലിലെല്ലാം അതിൻ്റെ ഒരു സംഭവങ്ങൾ ലീക്കായിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു അപ്ഡേറ്റ് ആണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ചുള്ള അത്ര നല്ല അപ്ഡേറ്റ് അല്ല. പക്ഷേ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇനി മുതൽ നമ്മുടെ PR സിസ്റ്റം ലേബർ പാർട്ടി മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 5 വർഷം നോർമലായിട്ട് കൊടുക്കുന്ന PR സിറ്റിസൺഷിപ്പ് 5 വർഷം 6 വർഷം കൊടുക്കുന്ന പരിപാടി അവർ 10 വർഷമാക്കി കൂട്ടാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു ചെറിയ ലീക്ക് കിട്ടിയിരിക്കുന്നത്. അത് എത്രത്തോളം നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇനി ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇറങ്ങുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. കാരണം ഇപ്പോൾ നിലവിൽ ഇവിടെ നിൽക്കുന്നവരെയാണോ ഇത് ബാധിക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ ഈ വരാൻ പോകുന്നവരെയാണോ ബാധിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇനി അറിയണമെന്നുണ്ടെങ്കിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അപ്ഡേറ്റ് ലഭിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ രാജ്യങ്ങൾ ഇതിനകത്തുള്ളൂ നിങ്ങൾക്ക് ഒരു പക്ഷേ നേരത്തെ അറിയാമായിരിക്കും. ഇവിടെ ഇപ്പോൾ കുറച്ച് രാജ്യങ്ങളിലെല്ലാം വിസ പിന്നെ ബാൻ ചെയ്യുന്ന പരിപാടിയിലോട്ട് പോയിട്ടുണ്ട് UK ഗവൺമെൻറ്. അതായത് പാകിസ്ഥാൻ, ശ്രീലങ്ക, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വിസ മാക്സിമം ഇവിടെ ബാൻ ചെയ്യാനുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട്. സോ ഇനി അതിലോട്ട് ഇന്ത്യ പെടുമോ എന്നുള്ളതോ, ഇന്ത്യ പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ PR സിസ്റ്റം ചെയ്യുന്ന പരിപാടിയിലോട്ട് ഇന്ത്യ പെടുമോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ ഏതൊക്കെ ക്രൈറ്റീരിയയിലുള്ളവർക്കാണ് ഈ വിസ പിന്നെ ബാൻ ചെയ്യാൻ പോകുന്നത്, ഈ PR പരിപാടി സിസ്റ്റം ബാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഏതൊക്കെ രാജ്യങ്ങളുള്ളവർക്കാണെന്നൊന്നും അറിയത്തില്ല. ഇനി ഒരുപാട് രാജ്യങ്ങളെ ഇത് ബാധിക്കുമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നിലവിൽ ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. PR സിസ്റ്റം 5 വർഷം എന്നുള്ളത് 10 വർഷമാക്കാൻ പോകുന്നു. അതിനകത്ത് ഏതൊക്കെ രാജ്യങ്ങളുണ്ട്, ഏതൊക്കെ ക്രൈറ്റീരിയസ് ഉള്ളവർക്കാണ് ഇത് ബാധിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഇപ്പോൾ നിലപാട് ഭയങ്കര രീതിയിൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 3 പാർട്ടികളും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലേബർ പാർട്ടി മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ റീഫോം പാർട്ടി PR സിസ്റ്റം എടുത്ത് കളയുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് അതിന് അനുസരിച്ചുള്ള എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവർ കൺസർവേറ്റീവ് പാർട്ടിയുടെ പോലെ തന്നെ ഇവരും PR സിസ്റ്റം 15 വർഷമാക്കാതെ മിനിമം 10 വർഷമെങ്കിലും ആക്കുന്ന പരിപാടി. ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇവർക്ക് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് PR സിസ്റ്റം 5 വർഷം എന്നുള്ളത് 10 വർഷം കൊണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നൊരു നിലപാടിലോട്ട് ഇപ്പോൾ അവർ പോയിരിക്കുന്നത്. അവർ കൺസർവേറ്റീവ് വന്നു കഴിഞ്ഞാൽ അവർ 15 വർഷമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീഫോം പാർട്ടി ഉറപ്പായിട്ടും ഇവിടെ UK അടുത്ത തവണ ഭരിക്കുമെന്നുള്ളത് ഇതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഈ കഴിഞ്ഞിട്ടുള്ള ലോക്കൽ ഇലക്ഷൻ 23 ലോക്കൽ കൗൺസിലിൽ മാത്രമേ ഇവിടെ അവരുടെ ഇലക്ഷൻ നടന്നിട്ടുള്ളൂ. അതിനകത്ത് ഏകദേശം 10ഓളം തന്നെ നമ്മുടെ ഈ റീഫോം പാർട്ടി ജയിച്ചിരിക്കുന്നത്. അത് ആ പാർട്ടി തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടുള്ള ഉള്ളതല്ല. പക്ഷേ പെട്ടെന്ന് തന്നെ നല്ലൊരു ഉയർച്ചയാണ്. ആ പാർട്ടിക്ക് വോട്ട് ഷെയർ ഭയങ്കര ശക്തമായ രീതിയിൽ കൂടി. ഏകദേശം 10ഓളം തന്നെ ജയിച്ചു. പിന്നെ ബാക്കിയുള്ളത് പിന്നെ കൺസർവേറ്റീവ് ജയിച്ചു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറൽ പാർട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. ബാക്കി 10 സീറ്റുകൾ, പിന്നെ ബാക്കിയുള്ള 3 സീറ്റുകൾ ആർക്കും കിട്ടാതെ പോയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഭയങ്കര വോട്ട് ഷെയർ ഭയങ്കര ശക്തമായ രീതിയിൽ കൂടുന്നു. ഇവിടെയുള്ള ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതും വിജയിപ്പിക്കാനെല്ലാം നോക്കുന്നതും റീഫോം പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇപ്പം നിലവിൽ ഭരിക്കുന്ന ലേബർ പാർട്ടി, കെയർ സ്റ്റാമറിൻ്റെ പാർട്ടി മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തം എടുത്ത് കളയുന്നില്ല, പക്ഷേ ഒരു തടയിടയിൽ ഉണ്ട്. അതിപ്പോൾ എന്താണെന്നുള്ളത് കൂടുതൽ നമുക്ക് നമ്മുടെ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പം നിലവിൽ നിൽക്കുന്നവരെ അത് ബാധിക്കും. കാരണം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 2021 കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ ഇത് ബാധിക്കില്ല എന്നുള്ളത് നമുക്കത് അറിയത്തില്ല. വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇനി മുൻപോട്ട് ഇവിടെ ഉള്ളവരെ, അതായത് ഇങ്ങോട്ട് വരാൻ പോകുന്നവരെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല. ഇപ്പം നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള വിസകൾക്കൊന്നും ഇത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല. ഇതിപ്പം നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, മറ്റേ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഇത് കൂടുതലും അത്ര ബാധിക്കുന്ന ഒരു സംഭവമല്ല. കാരണം അവർക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ കേസ് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വേറെ ഇതിലോട്ട് മാറാൻ പറ്റും, വേറെ ഇതിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. അതായത് കെയർ, സീനിയർ കെയർ, അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് വർക്കർ, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സിസ്റ്റം അതായത് വന്നു കഴിഞ്ഞാൽ, നിലവിലുള്ളവർക്ക് PR ആകാത്തവർക്കാണ് ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ട് ഉള്ള ഒരു കാര്യം തന്നെയായിട്ട് മാറുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫാമിലിക്ക് പിന്നെ വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ നോർമലി ഇപ്പോൾ 6 ഇയേഴ്സ് കൊണ്ട് പിന്നെ PR സിറ്റിസൺഷിപ്പ് എല്ലാം കിട്ടി നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ
ഏകദേശം 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് 12,000 സംതിങ് ആവും. അത് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 13,50,000 രൂപയ്ക്ക് മുകളിലാവും 4 പേരടങ്ങുന്ന ഫാമിലിയിൽ. ഇതിപ്പോൾ 10 വർഷമാക്കുകയെന്നുണ്ടെങ്കിൽ എത്ര തവണ നമ്മളിത് റിന്യൂ ചെയ്യണമെന്നുള്ളതും അതിൻ്റെ എത്ര എമൗണ്ട് ആവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അത്രയും നാൾ ഇവിടെ നിന്നിട്ട് ഈ ഉണ്ടാക്കുന്ന പൈസ അതിന് മുടക്കി നമ്മളിവിടെ നിന്ന് കഴിയുമ്പോൾ പിന്നെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല. സോ അങ്ങനെയുള്ളതുകൊണ്ട് അത് വലിയൊരു എന്താ പറയുന്നത് പ്രശ്നത്തിലോട്ട് തന്നെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ അത് ബാധിക്കുന്ന ഒരു ലെവലിലോട്ട് പോകുന്നൊരു സിറ്റുവേഷനിലോട്ടാണ് ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഇതിൻ്റെ ക്രൈറ്റീരിയസ് എന്താണെന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞ ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് ഏകദേശം 90% കൺഫേം ആയിട്ടുള്ള ന്യൂസാണ്. കാരണം ഇവിടെ ചാനലുകൾ ഒരിക്കലും ചുമ്മാ ഒരു ന്യൂസ് എടുത്ത് വിടത്തില്ല. ഏകദേശം ഒരു കൺഫേം ആയ ന്യൂസ് അല്ലാതെ അവർ വിടത്തില്ല. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ എൻ്റെ ഒരു പഴയ യൂട്യൂബ് ചാനലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് PR ബാധിക്കുന്ന കാര്യത്തിലോട്ട് ഇത് വരും എന്നുള്ളതും. അതെൻ്റെ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു PR എടുത്തു കളയാനുള്ള സാധ്യത മുൻപോട്ട് ശക്തമായ രീതി വരും. അത് ലേബർ പാർട്ടിയും അതിന് സമന്വയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് പിടിച്ചിരിക്കണം, അവർക്ക് മുൻപോട്ട് എന്താ പറയുക തുറന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചെയ്താൽ തന്നെയാണെങ്കിൽ പോലും ലേബർ പാർട്ടി ഇവിടെ വിജയിച്ച് പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം റിഫോം പാർട്ടിയുടെ വോട്ട് ഷെയർ എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായിട്ട് തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കും ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് മുൻപോട്ടറിയില്ല. നമുക്ക് നോക്കാം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്ന ശേഷം. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇംഗ്ലീഷ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഘടിപ്പിക്കാനായിട്ട് പോകുന്നു. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഇവിടെ PR കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ്, അതുപോലെ ഇംഗ്ലീഷ് ടെസ്റ്റ്, ഇത് പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് ടെസ്റ്റ് നല്ല ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജയിക്കാനായിട്ട് പറ്റുന്ന ഒരു നിയമവും ഇനി വരാനായിട്ട് പോവുകയാണ്. അതായത് ഫ്ലുവൻ്റ്ലി ആയിട്ടുള്ള ഇംഗ്ലീഷിലുണ്ടെങ്കിൽ മാത്രമേ പിന്നെ UK PR കൊടുക്കുന്ന സിസ്റ്റം അതിൻ്റെ പുറകെ തന്നെ വരും. അത് അവിടെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പുറകെ വരും. അത് ഇവിടെ നമ്മൾ പറയാം ഇപ്പം OET IELTS ഒന്നും എഴുതി കിട്ടാത്ത ആൾക്കാർക്കെല്ലാം ഈ പറയുന്ന ഇംഗ്ലീഷ് ടെസ്റ്റ് ബാധകമാണ്. അതില്ലാതെ പിന്നെ OET അതൊക്കെ കിട്ടി വന്നിരിക്കുക IELTS കിട്ടി വന്നവർക്ക് ഇംഗ്ലീഷ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അവർക്ക് ലൈഫ് ഇൻ ദി UK ടെസ്റ്റ് മാത്രം മതി. പക്ഷേ ഇതില്ലാതെ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇംഗ്ലീഷ് ടെസ്റ്റും അതുപോലെ തന്നെ ലൈഫ് ഇൻ ദി UK ടെസ്റ്റും ബാധകമാണ്. അത് ഡിപ്പെൻസ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവരുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. അങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെൻറ്. കാരണം അവർക്ക് ഘടിപ്പിക്കാതെ പറ്റില്ല. കാരണം അവർക്ക് മുൻപോട്ട് പോകണമെങ്കിൽ, ഭരണം തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് നാളെങ്കിലും മുൻപോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മാത്രമേ അവർക്ക് വേറെ വഴിയുള്ളൂ. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വന്നതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ കമൻറ്റുകൾ അതൊക്കെ നിങ്ങൾ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.